നീണ്ട 16 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം രാഹുൽ ഈശ്വർ ജയിലിന് പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഒരുപാട് പേർ നിറ കണ്ണുകളോടെയാണ് രാഹുൽ ഈശ്വറിൻ്റെ പുറത്തേക്കുള്ള വരവ് കണ്ടത് എന്നെനിക്കറിയാം. കാരണം രാഹുൽ ഈശ്വറിനെ ഇഷ്ടപ്പെടുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ നമുക്കിടയിലുണ്ട്. രാഹുൽ ഈശ്വർ പുറത്തിറങ്ങണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിരുന്ന അമ്മമാരുണ്ട്. രാഹുൽ ഈശ്വർ ഈ സമൂഹത്തിന് വേണ്ടി ശബ്ദിക്കേണ്ടതുണ്ട് എന്നു കരുതുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. അവരുടെ എല്ലാം പ്രാർത്ഥനകളും ആഗ്രഹങ്ങളും സാധൂകരിച്ചുകൊണ്ടാണ് രാഹുൽ ഈശ്വർ പുറത്തേക്ക് ഇറങ്ങിയത്. പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ മെൻസ് അസോസിയേഷൻ്റെ സംസ്ഥാന അധ്യക്ഷൻ വട്ടിയൂർക്കാവ് അജിത് കുമാർ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ മുകേഷ്, അമ്മ, ഒപ്പം രാഹുൽ ഈശ്വറിൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ദീപ, മകൻ തുടങ്ങിയവരുണ്ടായിരുന്നു. അവർക്കൊപ്പം ജയിലിന് മുന്നിലൂടെ നടന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് കുറച്ചേറെ കാര്യങ്ങൾ രാഹുൽ ഈശ്വർ പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം കാറിൽ കയറി. ഇത്രയും കാര്യങ്ങൾ വീക്ഷിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു പ്രധാനപ്പെട്ട കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ ഇനി രാഹുൽ ഈശ്വർ സംസാരിക്കില്ല. കേരളത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങളുടെ കയ്യടി നേടിക്കൊണ്ട് മില്യൺ കണക്കിന് വ്യൂവർഷിപ്പുമായി രാഹുൽ ഈശ്വറിൻ്റെ യൂട്യൂബ്, ഫേസ്ബുക്ക് ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ഇനിയില്ല. അത് തീർത്ത് പറയാൻ സാധിക്കും. കാരണം ആ വിഷയത്തെക്കുറിച്ച് ഇനി സംസാരിക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് രാഹുൽ ഈശ്വറിന് ജാമ്യം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സംരക്ഷകനായി ഇനി ഭാവിയിലും രാഹുൽ ഈശ്വർ ഉണ്ടാകില്ല, ചാനലുകളിലൂടെ സംസാരിക്കില്ല എന്ന് ഏറെക്കുറെ വ്യക്തമായിരിക്കുകയാണ് നിലവിൽ. നിങ്ങൾ ആ വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് രാഹുൽ ഈശ്വർ പുറത്തിറങ്ങിയ ശേഷം ഉണ്ടായ സംഭവ വികാസങ്ങളുടെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. സർക്കാരിൻ്റെ സ്വർണ്ണക്കൊള്ളക്കെതിരെ സംസാരിക്കുന്നവരെ, സർക്കാരിനെതിരെ സംസാരിക്കുന്നവരെ എങ്ങനെയാണ് ഭയപ്പെടുത്തുന്നത്, ചങ്ങലയിട്ട് പിടിക്കുന്നത് എന്ന് ആ വീഡിയോയിൽ വ്യക്തമായി കാണാം. രാഹുൽ ഈശ്വർ വരുമ്പോൾ തന്നെ ആ മുഖത്തേക്കൊന്ന് ശ്രദ്ധിക്കൂ. അദ്ദേഹം വളരെ ക്ഷീണിതനാണ്. പണ്ട് ചിരിച്ച് ഉല്ലസിച്ച് ആത്മവിശ്വാസത്തോടെ നടന്നിരുന്ന ആ രാഹുൽ ഈശ്വർ അല്ല ഇപ്പോൾ നമുക്ക് മുന്നിൽ നിൽക്കുന്ന ഈ രാഹുൽ ഈശ്വർ. രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അന്ന് രാഹുൽ ഈശ്വറിന് ആത്മവിശ്വാസമുണ്ടായിരുന്നു, സന്തോഷമുണ്ടായിരുന്നു, മനസമാധാനമുണ്ടായിരുന്നു, ഭയമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ രാഹുൽ ഈശ്വറിൻ്റെ മുഖം തളർന്നിരിക്കുന്നു, ശരീരഭാഷ മാറിയിരിക്കുന്നു, അകാരണമായ ടെൻഷൻ മനസ്സിലുണ്ട് എന്ന് വ്യക്തമായിരിക്കുന്നു. ഒപ്പം അമ്മയും ഭാര്യയും അഭിഭാഷകനും ഒക്കെ നൽകിയിരിക്കുന്ന കർശന നിർദ്ദേശങ്ങൾ പാലിച്ചു മാത്രമേ സംസാരിക്കാൻ കഴിയൂ എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ കരുതലോടെ വാക്കുകൾ വളരെ സൂക്ഷിച്ചുപയോഗിക്കുന്ന രാഹുൽ ഈശ്വറിനെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ കാണാൻ സാധിച്ചത്. ജയിലിൽ നിരാഹാരം അനുഷ്ഠിച്ചതുകൊണ്ടുള്ള ശാരീരികമായ അവശതകൾ, കിഡ്നിക്കുള്ള പ്രശ്നം രാഹുലിനെ അലട്ടുന്നുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതിനുശേഷം അദ്ദേഹം സംസാരിക്കുമ്പോൾ പലപ്പോഴും തനിക്കെതിരെ വലിയ അനീതി നടന്നിട്ടുണ്ട് എന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാകും. രാഹുൽ ഈശ്വർ ആദ്യം തന്നെ വന്ന് നിന്നിട്ട് അയ്യപ്പസ്വാമിയെയും സ്വന്തം മക്കളെയും ഒക്കെ സാക്ഷി നിർത്തി ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് ഉറച്ച സ്വരത്തിൽ പറയുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, കള്ളത്തെ കള്ളം കൊണ്ട് ജയിക്കാൻ കഴിയില്ല, ഇരുട്ടിനെ ഇരുട്ടുകൊണ്ട് ജയിക്കാൻ കഴിയില്ല, കള്ളത്തെ സത്യം കൊണ്ടേ ജയിക്കാൻ കഴിയൂ, ഇരുട്ടിനെ വെളിച്ചം കൊണ്ടേ തോൽപ്പിക്കാൻ കഴിയൂ. അങ്ങനെ പറഞ്ഞ് കുറേയേറെ കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് തോന്നിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന രാഹുൽ ഈശ്വറിന് പക്ഷേ ഇടയ്ക്ക് വെച്ച് പലതവണ തൻ്റെ സംഭാഷണം നിർത്തേണ്ടി വന്നു, മുറിക്കേണ്ടി വന്നു. അതിനുള്ള കാരണങ്ങളിൽ ഒന്ന്, പിറകിൽ നിന്ന് അദ്ദേഹത്തിനൊപ്പമുള്ളവർ അങ്ങനെ പറയരുത്, ഇങ്ങനെ പറയരുത്, കോടതി ജാമ്യം റദ്ദാകും, പ്രശ്നമാകും, വീണ്ടും അഴിക്കുള്ളിലാകുമെന്ന സൂചനകൾ നൽകിക്കൊണ്ടേയിരുന്നു. അതായത് രാഹുൽ ഈശ്വറിന് പഴയതുപോലെ സ്വതന്ത്രമായി ചില വിഷയങ്ങളിൽ സംസാരിക്കാൻ കഴിയില്ല എന്ന് തീർപ്പ് കൽപ്പിക്കുന്ന വിധത്തിലാണ് രാഹുൽ പുറത്തിറങ്ങി വന്നിരിക്കുന്നത്. ആ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. എത്ര ഭയാനകമാണ്, എത്ര ഭീതിജനകമാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ച്. എന്തും വിളിച്ചു പറയാൻ സാധിക്കുമായിരുന്ന ഒരു മനുഷ്യൻ നാളെ മുതൽ, അല്ലെങ്കിൽ ഈ നിമിഷം മുതൽ ഇനി പൊതുമധ്യത്തിൽ സംസാരിക്കുമ്പോൾ പല നിയന്ത്രണങ്ങളും വെച്ച് സംസാരിക്കേണ്ടി വരിക. ആ അവസ്ഥ രാഹുൽ ഈശ്വറിനെ പോലെ
എല്ലാം വിളിച്ചു പറയുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു വലിയ കുരുക്കാണ്, വലിയ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നോക്കുക, ഈ കേസിനെ കുറിച്ചൊന്നും പറയരുത് എന്ന് പറയുമ്പോഴും രാഹുൽ ഈശ്വർ പറയുന്നുണ്ട്, എനിക്ക് നോട്ടീസ് തന്നിട്ടില്ല, നോട്ടീസ് തന്നാണ് അറസ്റ്റ് ചെയ്തത് എന്ന് പറയുന്നത് കള്ളത്തരമാണ്, അത് തെറ്റാണ്, വ്യാഴാഴ്ച ജാമ്യം കിട്ടേണ്ടതായിരുന്നു, പക്ഷേ പോലീസ് റിപ്പോർട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞ് അഭിഭാഷകൻ കള്ളം പറഞ്ഞു, അങ്ങനെ വീണ്ടും ജാമ്യം വൈകിപ്പിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ, അതായത് വലിയ അനീതി തനിക്കെതിരെ ഈ കേസിൽ നടന്നിട്ടുണ്ട്, തന്നെ അകത്തിടുക എന്ന ലക്ഷ്യത്തോടു കൂടി പലരും പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന നിലയിൽ രാഹുൽ സംസാരം തുടങ്ങിയപ്പോൾ തന്നെ അഭിഭാഷകന്റെ ഫോൺ വരികയാണ്. വക്കീൽ വിളിക്കുന്നു, എന്തൊക്കെയോ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. അപ്പം തന്നെ രാഹുൽ ഈശ്വർ ചോദിക്കുന്നു, അത് പറയാമോ ഇത് പറയാമോ എന്നൊക്കെ. പക്ഷേ അവിടെ നിന്ന് ഒന്നും പറയാതെ എത്രയും പെട്ടെന്ന് സ്കൂട്ടായിക്കോ എന്ന നിർദ്ദേശമായിരിക്കും വന്നത്. പിന്നീട് അധികമൊന്നും രാഹുൽ പറഞ്ഞില്ല. പക്ഷേ എങ്കിലും അതിനിടയിൽ എന്തൊക്കെയോ പറയാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. ദിലീപ് കേസിനെ കുറിച്ച് പോലും രാഹുൽ ഈശ്വർ പറഞ്ഞിട്ടില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, ദിലീപിന് വേണ്ടി പണ്ട് ചാനൽ ചർച്ചകളിൽ സജീവമായി നിന്നിരുന്നയാളാണ് രാഹുൽ ഈശ്വർ. ആ രാഹുൽ ഈശ്വറിന് ഇപ്പോൾ ആ വിഷയത്തെക്കുറിച്ച്, അന്ന് രാഹുൽ ഉന്നയിച്ച വാദങ്ങൾ ശരിയാണ് എന്നതാണ് കോടതി വിധി എങ്കിൽ പോലും ആ കേസിനെ കുറിച്ച് ഒരക്ഷരം പോലും സംസാരിക്കാൻ രാഹുൽ ഈശ്വറിന് സാധിക്കുന്നില്ല. അതിനിടയിൽ ദീപ രാഹുൽ ഈശ്വർ, അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നു. ആശങ്കയോടുകൂടി അദ്ദേഹത്തോട് കൂടുതലൊന്നും പറയരുത്, കുഴപ്പത്തിലേക്ക് പോകരുത് എന്ന് ഉപദേശിക്കുന്നു. പക്ഷെ രാഹുൽ ഈശ്വറിന് എന്തൊക്കെയോ വിളിച്ചു പറയണമെന്നുണ്ട്. പക്ഷേ ഭാര്യയുടെ ഭയം, അമ്മയുടെ ഭയം, വക്കീലിൻ്റെ നിർദ്ദേശം, സുഹൃത്തുക്കളുടെ പിന്തിരിപ്പിക്കൽ, അതൊക്കെ വെച്ച് ആ മനുഷ്യൻ വല്ലാത്തൊരവസ്ഥയിൽ കുടുങ്ങി നിൽക്കുകയായിരിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. കുറേയൊക്കെ നിങ്ങൾക്ക് ഊഹിച്ചാൽ മനസ്സിലാക്കാം. പക്ഷേ ആ ഊഹിക്കുന്നതിനേക്കാൾ വളരെയേറെ സമ്മർദ്ദമാണ് രാഹുൽ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്തും വിളിച്ചു പറയുന്നൊരു മനുഷ്യൻ, എന്തിനെക്കുറിച്ചും പറയാൻ മടിയില്ലാത്തൊരു മനുഷ്യൻ, ഒന്നും പറയരുത് ഒന്നും പറയരുത് ഒന്നും പറയരുത് എന്ന് പറഞ്ഞ് വാ മൂടിക്കെട്ടി സമ്മർദ്ദം ചെലുത്തുന്ന വേണ്ടപ്പെട്ടവർ, അതിനിടയിൽപ്പെട്ട് അയാൾ വല്ലാതെ വേദനിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത്. പണ്ട് രാഹുൽ ഈശ്വർ എപ്പോൾ വരുമ്പോഴും കാണിക്കുന്ന ഒരു വിക്ടറി ചിഹ്നമായിരുന്നു. പക്ഷേ ഇന്ന് അദ്ദേഹം 4 എന്നാണ് കാണിച്ചത്. 2 വിക്ടറി അല്ല, മറിച്ച് 4 ദിവസമായി അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ട് 4 ദിവസം നിരാഹാരം കിടന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോയ രാഹുലല്ല തിരിച്ചിറങ്ങി വന്നത്. വലിയ വലിയ മാറ്റങ്ങൾ ആ മനുഷ്യനുണ്ടായിട്ടുണ്ട്. ആ മാറ്റങ്ങൾ ഉണ്ടായത് മുഴുവൻ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആക്കപ്പെട്ടത് മുഴുവൻ ഈ പുരുഷ കമ്മീഷന് വേണ്ടിയാണ് എന്ന് രാഹുൽ ഒടുവിൽ ആർജവത്തോടെ പറയുന്നുണ്ട്. അതായത് എന്തൊക്കെ വന്നാലും പുരുഷ കമ്മീഷൻ എന്ന തൻ്റെ പോരാട്ടത്തിൽ നിന്ന് താൻ പിന്നോട്ടില്ല എന്ന് പറയുന്നത് രാഹുൽ ഈശ്വറിനെ പിന്തുണയ്ക്കുന്നവർക്ക് ആശ്വാസമുള്ള കാര്യമാണ്. രാഹുൽ ഈശ്വർ നിലപാടിൽ നിന്ന് മാറിയിട്ടില്ല എന്നുള്ളതും ആശ്വാസകരമാണ്. പക്ഷേ ഇതുവരെ സ്വതന്ത്രമായി സംസാരിച്ചു കൊണ്ടിരുന്ന ദിലീപ് കേസിലടക്കം ഒരുപാട് സംസാരിക്കാനുള്ള കാര്യങ്ങൾ ഒന്നും ഇനി രാഹുലിന് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതോടൊപ്പം ജയിലിനുള്ളിൽ വ്യാജ കേസുകളിൽപ്പെട്ട് കിടക്കുന്ന വ്യാജ പോക്സോ കേസ്, വ്യാജ പീഡന കേസ് തുടങ്ങിയവയിലൊക്കെ പെട്ട് കിടക്കുന്നവർക്ക് വേണ്ടിയുള്ള നിയമ പോരാട്ടങ്ങൾ നടത്തും എന്ന് രാഹുൽ പറയുന്നു. അപ്പോൾ രാഹുൽ ലക്ഷ്യങ്ങളിൽ നിന്ന് മാറിയിട്ടില്ല, ഏതെങ്കിലും തരത്തിൽ പുരുഷ കമ്മീഷനിൽ നിന്ന് പിന്മാറുന്നില്ല. പക്ഷേ പറയാനുള്ള പരിമിതിയുള്ളത് കൊണ്ട് ആ പഴയ രാഹുൽ ഈശ്വറായി ഫുൾ ഫോമിൽ സോഷ്യൽ മീഡിയയിലോ യൂട്യൂബിലോ അദ്ദേഹത്തെ കാണാൻ കഴിയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും വീട്ടുകാർ വല്ലാതെ പേടിച്ചിരിക്കുന്നു എന്ന് ദീപ രാഹുൽ ഈശ്വറിൻ്റെ ആ പിന്തിരിപ്പിക്കൽ കാണുമ്പോൾ വ്യക്തമാണ്. കാരണം രാഹുൽ ഈശ്വർ നിയന്ത്രണമില്ലാതെ സംസാരിക്കുന്നയാളാണ്. അതിന് ഒരു പൂട്ടിടണം എന്ന് ഭാര്യ തീരുമാനിച്ചിരിക്കുന്നു, അഭിഭാഷകൻ തീരുമാനിച്ചിരിക്കുന്നു. അതിനിടയിലും സ്വന്തം മകനെ ചാനലുകൾക്ക് മുന്നിൽ നിർത്തി രാഹുൽ ഈശ്വർ വളരെ പ്രസക്തമായ ചില കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം പറയുന്നത് നോക്കുക. അദ്ദേഹത്തിൻ്റെ മകൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് പറഞ്ഞത്, കൂടെയുള്ളവർക്ക് ചീത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നിങ്ങളത് ചോദ്യം ചെയ്യണം എന്ന് ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാണ് മകൻ പറയുന്നത്. അത് രാഹുൽ അഭിമാനത്തോടെ ജനങ്ങളോട്, മാധ്യമങ്ങളോട് പറയാനുണ്ട്. ചോദ്യം ചെയ്തു എന്നതിൻ്റെ പേരിൽ ജയിലിൽ പോയതിൽ എനിക്ക് അഭിമാനമാണുള്ളത് എന്നൊരു വാക്ക് രാഹുൽ ഈശ്വർ ഇതിനിടയിൽ പറഞ്ഞു. ഇത് നിയമപരമായി ചിലപ്പോൾ കുഴപ്പമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. എങ്കിലും പറയാനുള്ളതൊന്നും പറയാതെ, പറയാൻ വന്നതിൻ്റെ വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രം പറഞ്ഞ് രാഹുൽ ഈശ്വർ തളർന്ന ശരീരഭാഷയുമായി, തകർന്ന മനസ്സുമായി, എന്നാൽ പുരുഷ കമ്മീഷൻ എന്ന അന്തിമ നിലപാടിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്ന ഉറച്ച ബോധ്യവുമായി വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. ഞാൻ ഈ ഘട്ടത്തിൽ രാഹുൽ ഈശ്വറിനെ ഫോണിൽ വിളിക്കുകയോ ഒരു അഭിമുഖം തയ്യാറാക്കുകയോ ചെയ്യുന്നില്ല ഇപ്പോൾ. കാരണം
അദ്ദേഹത്തിന് മനസ്സമാധാനം ആവശ്യമാണ്, ഉറക്കം ആവശ്യമാണ്, ഭാര്യയുടെയും കുടുംബത്തിൻ്റെയും സ്നേഹം ആവശ്യമാണ്, അതോടൊപ്പം ഭക്ഷണവും റെസ്റ്റും ആവശ്യമാണ്, മരുന്നുകൾ കഴിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതക്രമം ഒന്ന് നേരെയാകുമ്പോൾ അദ്ദേഹത്തെ ബന്ധപ്പെടാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും രാഹുൽ ഈശ്വർ അങ്ങോട്ട് പോയ പോലെയല്ല തിരിച്ചു വന്നിരിക്കുന്നത്. പല കാര്യങ്ങളിലും കെട്ടിമൂടപ്പെട്ട അവസ്ഥയിലാണ് രാഹുൽ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ ചാനലിൽ നിന്ന് പല വീഡിയോകളും നീക്കം ചെയ്തിട്ടുണ്ട് എന്നും ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ആ വിഷയങ്ങളിൽ അന്ന് അദ്ദേഹത്തെ സ്വീകരിച്ച ജനങ്ങൾ ഏത് വിഷയത്തിൻ്റെ പേരിലാണോ സ്വീകരിച്ചത്, ആ വിഷയത്തിൻ്റെ പേരിൽ ഇനി രാഹുൽ ഈശ്വർ ശബ്ദിക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം രാഹുൽ ഈശ്വർ പറഞ്ഞ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. സ്വർണ്ണക്കൊള്ളയടക്കമുള്ള വിഷയങ്ങൾക്കെതിരെ താൻ ഉൾപ്പെടെയുള്ളവർ ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ വേണ്ടി സർക്കാർ കൊണ്ടുവന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തെക്കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പേര് പോലും രാഹുൽ ഈശ്വർ പറഞ്ഞില്ല. പക്ഷേ ആ വിഷയത്തിനെതിരെ താൻ സംസാരിച്ചപ്പോൾ തന്നെ നിശബ്ദനാക്കാൻ വേണ്ടി ചെയ്ത സർക്കാരിൻ്റെ നടപടിയാണ്, കള്ളക്കേസാണിത് എന്ന വാദത്തിൽ രാഹുൽ ഉറച്ചു നിൽക്കുകയാണ്. എന്തായാലും ജനങ്ങൾ ചിന്തിക്കുക. രാഹുൽ ഈശ്വറിൻ്റെ ഭാഗത്ത് പരിപൂർണമായി ശരിയുണ്ട് എന്ന് ഒരിക്കലും പറയുന്നില്ല. പക്ഷേ ഇതെല്ലാം ജനങ്ങൾ ചിന്തിച്ച് വിലയിരുത്തുക. രാഹുൽ ഈശ്വറിനെ ഇങ്ങനെ ജയിലിനകത്തിട്ട് ഇത്രയും ദിവസം അതിനകത്ത് കുരുക്കിയിടേണ്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നോ എന്ന്.